രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഉപമയുടെ ചുരുക്കം എന്തോ? ഒരു ന്യായാധിപൻ, നീതിരഹിതൻ, ദൈവത്തെപ്പോലും പേടിയില്ലാത്തവൻ. അവനെ എന്ത് വിളിക്കാൻ പറ്റും? ദുഷ്ടൻ. അല്ലാണ്ട് പിന്നെ അയാളെ എന്താ വേറെ വിളിക്കുക? അങ്ങനെ ഒരുത്തൻ്റെ അടുക്കലാണ് ഒരു വിധവ ചെന്നിട്ട് യാചിക്കുക. അയാളുടെ സ്വഭാവം നീതിരഹിതൻ, ദൈവത്തെ പേടിക്കാത്തവൻ. അവൻ്റെ അടുക്കൽ ആ നീതിക്ക് വേണ്ടി ഒരു വിധവ ചെന്നിട്ട് കൈ കൂട്ടിപ്പിടിക്കുക. ശല്യം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ, നീതിരഹിതനായ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുത്തു. അങ്ങനെയെങ്കിൽ അടുത്ത വചനം, രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അത്രയേ ഉള്ളൂ. അവസാനം ഒരു ഇടിവെട്ടുന്ന ഒരു വചനമുണ്ട്. മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നടുങ്ങിപ്പോവുക. ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളൊക്കെ കൂടെ കൂട്ടി നോക്കുമ്പോൾ ചിന്തിച്ചു പോകുക. മനുഷ്യപുത്രൻ വീണ്ടും വരും. കാരണം വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന വിശ്വാസപ്രമാണം ചൊല്ലി ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ വീണ്ടും വരും. പക്ഷേ അവൻ വരുമ്പം ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോന്ന്. എന്താണാവോ ഈ വചന ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മുടെ മനുഷ്യത്തലയ്ക്ക് പറ്റുമോ? എനിക്ക് പറ്റുന്നില്ല. ഇനി എന്താ ഈ തിരുവചനത്തിൻ്റെ ഉള്ളടക്കം? നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഇങ്ങനെ ഈ നിരന്തരം രാവും പകലും പ്രാർത്ഥിക്കാൻ നമ്മളെന്നാ വല്ല സ്വർഗവാസികളുമാണോ? നിങ്ങളെന്നാ വാസികളാ? വാസികളെ നിങ്ങളെന്നാ വാസികളാന്നാ ചോദിച്ചത്? ഭൂവാസികൾ, അല്ലാണ്ട് പിന്നെ എന്നാ വാസികളാ? അപ്പോൾ ഈ ഭൂവാസികളായ നമുക്കിവിടെ ഭൂമിയിൽ കുറച്ച് പണിയൊക്കെ ഇല്ല, അധ്വാനം ഇല്ല, അന്നു വേണ്ട അപ്പത്തിന് വേണ്ടി എപ്പോഴും ഇങ്ങനെ ഈ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ ഈശോ ഈ ഉപമ പറയാവോ? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞ ഉപമയാ. അപ്പം ഈശോ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഭൂമിയിലെ മനുഷ്യൻ 24 മണിക്കൂറും എന്ത് ചെയ്യാൻ? ഗാഗുൽത്ത മലയിൽ കയറി ഇവിടെ വന്നിരുന്ന് 2, 3, 4 മണിക്കൂർ ദൈവത്തെ സ്തുതിച്ച് പാട്ടുകാർ നന്നായിട്ട് പാടുന്നു. മാലാഖമാരാണോ എന്ന് ഞാൻ നോക്കി പാടുന്നത്, അത്രയും മനോഹരമായ ഗാനം. അപ്പോൾ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ പാടുമ്പോൾ ഒരു സുഖമുണ്ട്. ഈ സുഖമല്ല. ഇവിടെ നിന്ന് ഗാഗുൽത്ത മല താഴെ ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത മണിക്കൂറിലേക്ക് ഇവിടുത്തെ ചൈതന്യവും ഇവിടുത്തെ ഈ ആത്മീയമായ ഉണർവും നിങ്ങളെ അടുക്കളയിലേക്കും പണിസ്ഥലത്തേക്കും ഓഫീസിലേക്കും ചുമട്ടുതൊഴിലാളിയുടെ ചന്തയിലേക്കും ഈ ബലിപീഠം വലിച്ച് നമ്മളെ ഇറക്കാൻ സഹായകമാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹല്ലേലൂയായും നിങ്ങളുടെ പ്രൈസ് ദി ലോർഡും വേണ്ട എന്ന പ്രവാചകനിലൂടെ ശബ്ദം നമ്മളോട് ശബ്ദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാകാൻ, ഈ നിരന്തരം പ്രാർത്ഥന മനസ്സിലാകാൻ, ഞാൻ സാധാരണ ഈ വചനം പറയുമ്പോൾ അൾത്താരയിലേക്ക് നോക്കും. നിങ്ങളുടെ അൾത്താരയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ പൂ കണ്ടു. ഈ പൂ ഇത് പച്ചയാണോ പ്ലാസ്റ്റിക്കാണോ? ഇത് പച്ചപ്പൂവാണോ പ്ലാസ്റ്റിക്കാണോ എന്ന് ചോദിച്ചതോ? ഉറപ്പില്ലേ? എനിക്കും വലിയ ഉറപ്പില്ല. കാരണം എല്ലാ പള്ളിയിലും വെച്ചേക്കണ പൂ കണ്ട പച്ച പ്ലാസ്റ്റിക്കാ. ചെന്ന് തൊട്ട് നോക്കുമ്പോഴാണ് അറിയണത് എന്ത് പൂവാ?
പ്ലാസ്റ്റിക് ആണെന്നുള്ളവർ അറിയണേ. പക്ഷെ ഇത് പച്ചയല്ല, ഇത് പച്ചയാ, പ്ലാസ്റ്റിക് അല്ല കേട്ടോ പ്രിയപ്പെട്ടവർ, ഇത് പച്ചയാ. ഇത് പച്ചപ്പൂവാണെങ്കിൽ ഈ പാത്രത്തിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം? ഇല്ലെങ്കിൽ വാടിപ്പോകും. നിങ്ങൾ പച്ചയാണോ പ്ലാസ്റ്റിക് ആണോ? നിങ്ങളോടാ ചോദിച്ചത്, നിങ്ങൾ പച്ചയാണോ പ്ലാസ്റ്റിക് ആണോ എന്നാ ചോദിച്ചത്. പച്ചയായി നിങ്ങൾ എന്തിനായി ഇന്ന് ഈ ആലയത്തിൽ കയറിയിരിക്കുന്നത്? പച്ചയായി നിങ്ങൾ എന്തിനാണെന്ന് ഇന്ന് ഈ വർക്കിംഗ് ഡേയിൽ ഈ ആലയത്തിൽ കയറിയിരിക്കുന്നത്? വാടാതിരിക്കാൻ. എന്നാൽ ഈ പ്ലാസ്റ്റിക് പൂവിന് ഇത് വേണോ? 10 കൊല്ലം അവിടെ ഇരുന്നാലും ആ പൂവിന് എന്ത് വേണ്ട? വെള്ളം വേണ്ട. അതുകൊണ്ട് പച്ച മനുഷ്യ, നീയും ഞാനും വാടാതിരിക്കണമെങ്കിൽ ജീവന്റെ ഉറവയായ നസ്രായനായ ഈശോയുമായി തൊട്ടിരിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ 7:37 പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ വാ എൻ്റെ അടുക്കൽ കുടിക്ക. എന്നിട്ട് ആ കുടിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ അരുവികൾ പൊട്ടി ഒഴുകും. 1985 പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു ജയിൽ പുള്ളി എഴുതിയ കത്തിൻ്റെ അകത്ത് ഇതേ വാചനം അയാൾ ഇംഗ്ലീഷിൽ എഴുതി വിട്ടു. ഫാദർ, ഐ ആം തേഴ്സ്റ്റി, ഐ ലൈക്ക് ടു ഡ്രിങ്ക് മോർ, ഐ ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന്. പട്ടാളക്കാരനായിരുന്നു. ആരോ ഒരാളുടെ ജീവൻ നിയമവിരുദ്ധമായിട്ട് പോയതാ. അങ്ങനെയാണ് ആ മനുഷ്യൻ എൻ്റെ അഡ്രസ്സ് കിട്ടി കത്തെഴുതിയത്. അങ്ങനെ ആ മനുഷ്യൻ എഴുതിയ കത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിച്ചാൽ കുടിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ അരുവികൾ പൊട്ടി ഒഴുകും. എന്നിട്ട് ഞാൻ ആ കത്തിന് മറുപടി എടുത്തു. അങ്ങനെയാണ് ഞാൻ 86 കേരളത്തിലെ 42 ജയിലുകളിൽ ഒറ്റ അടിക്ക് കയറിയിറങ്ങിയത്. മാർച്ച് ഏപ്രിൽ മാസം ഒറ്റ ട്രിപ്പിന് അങ്ങ് കാസർഗോഡ് തുടങ്ങി നെട്ടുകൽത്തേരി ഓപ്പൺ ജയിൽ വരെ ഞാൻ മുഴുവൻ കൂടിയില്ല കേട്ടോ. ഞാൻ കൂടിയത് കൊയിലാണ്ടി ജയിലിൽ വെച്ചാ. അവിടുന്ന് തുടങ്ങിയാണ് പിന്നെ യാത്ര തുടർന്നത്. ബാക്കി കുറേ ബ്രദേഴ്സായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. എന്തിനാ നിങ്ങളോട് ഈ ജയിലിൻ്റെ കാര്യം ഇപ്പം ഈ നല്ലവരായി നിങ്ങളോട് പറയണത്? അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. ഈ വചനം എനിക്ക് ഇത്ര വ്യക്തമായിട്ടൊരു തടവറ മകനിൽ നിന്നാ കിട്ടിയത്. മുറിവേറ്റവനാണവൻ, തകർന്നവനാണവൻ, ജീവപര്യന്തം കിട്ടിയവനാണവൻ. അവൻ്റെ ഹൃദയത്തിലേക്കാണ് നസ്രായനായ ഈശോ ചങ്ക് പൊളിച്ചവൻ. 2 കുറ്റവാളികളുടെ നടുക്കൽ വെച്ച് ബലിയായവൻ. അവൻ്റെ ചോര കാൽവരിയിൽ ഇവിടെ പതഞ്ഞൊഴുകിയത് തടവറയിൽ കിടക്കുന്ന ആ മകന്റെ ചങ്കിലേക്ക് നിറഞ്ഞ് ഒരു തുള്ളി വീണ് കിട്ടിയപ്പോ അവൻ്റെ ജീവിതം പച്ചയായി, ജീവനുള്ളതായി. ഇനി എതിരെയായി ഇപ്പോൾ വെള്ളം വലിച്ചെടുക്കുന്നത്. ഇതെന്താ ഇത്? അറിയില്ല ഇതെന്നതാന്ന്. തണ്ടാണോ ഇതെന്നതാന്ന് ചോദിച്ചത്. ഈ അറ്റം ഇത് മുറിവാ, ഈ പൂവിൻ്റെ മുറിവാ. ഈ മുറിപ്പാടിലൂടെയാണ് ഈ പൂവ് എന്ത് ചെയ്യുന്നത്? വെള്ളം വലിച്ചെടുക്കുന്ന നസ്രായനായ ഈശോ നമുക്ക് ജീവൻ തന്നത് എങ്ങനെയാ മക്കളെ? അറിയില്ലേ? ചങ്ക് കുത്തിപ്പൊളിച്ച് അല്ലേ? ചത്തോന്നറിയാൻ കുത്തിയതാ പട്ടാളക്കാരൻ. ചത്ത പിന്നെ മുട്ടൊടിക്കണ്ടല്ലോ. ചാകാത്ത 2 എണ്ണം കിടപ്പുണ്ട്, നല്ല ആരോഗ്യമുള്ള കള്ളന്മാർ. അവന്മാർ ചത്തോന്നറിയാൻ വേണ്ടി കുത്തി നോക്കിയില്ല. അതിനു മുമ്പ് അതിന് മുട്ടം ഒടിച്ച് കളഞ്ഞു. പിന്നെ പെട്ടെന്ന് ചാകും. നസ്രായന്റെ മുട്ട് ഒടിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചപ്പോൾ അവരോർത്ത് കുത്തി നോക്കിയേക്കാന്നോർത്ത് ചങ്കത്ത് കുത്തി, നെഞ്ചിൽ കുത്തി. ആ മുറിപ്പാടിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും എന്ത് തന്നത്? ജീവൻ തന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും മുറിവിലൂടെ എന്ത് കിട്ടുള്ളൂ? എന്ത് കിട്ടുള്ളൂ? എന്ത് കിട്ടുള്ളൂ? ജീവൻ. നിങ്ങൾക്ക് മുറിവുണ്ടോ? അത് ഒരു മുറിവില്ലേ? വിവരം കെട്ട അച്ഛൻ മുറിവേറ്റ് തകർന്നു വന്നിരിക്കുന്ന ഞങ്ങളോടാ ചോദിക്കുന്ന മുറിവുണ്ടോന്ന്. മറക്കാമെന്ന് കയറിയതാ ഇതിൻ്റെ അകത്ത്. വീണ്ടും ഇവിടെ മുറിവ്. സാരമില്ല മക്കളെ, ഈ മുറിവിലൂടെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എന്ത് കിട്ടുള്ളൂ? ജീവൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് കേട്ട വചനം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക. ഏതാ കേട്ട വചനം?
ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഈശോ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പറ്റും, പറ്റണം. അല്ലെങ്കിൽ ഈ കുർബാനയിലെ പ്രാർത്ഥന കട്ട് ചെയ്ത് കളയണം. ഏതാ? ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ, അല്പം മുമ്പ് ചെല്ലിയില്ലേ അത്, സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നെന്ന പ്രാർത്ഥന അല്പം മുമ്പ് നിങ്ങളൊന്ന് നമ്മൾ ചെല്ലിയതാ. അങ്ങനെയെങ്കിൽ ആ കടമ നിർവഹിക്കാനുള്ള കടപ്പാട് ഈ ബലിയർപ്പിക്കുന്ന നമുക്ക് ഉണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ശൈലിയിലേക്ക് ഇവിടെ നിന്നത് പഠിച്ചിറങ്ങിയില്ലെങ്കിൽ ശരിയാകൂല. ഇത് പഠിപ്പിച്ചിട്ടേ നിങ്ങളെ വിടണുള്ളൂ, അല്ല ഇന്ന് പോകണ്ട. അച്ഛനോട് ഞാൻ പറഞ്ഞേക്കാം, ബെന്നി അച്ഛനോട്, എവിടെ പോകാനാ, ഇത് പഠിച്ചിട്ട് പോയാൽ മതി, ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. എന്ത് പറയും വീട്ടിലേക്ക്? ചേട്ടാ മോളെ ഇന്ന് ഞാൻ അങ്ങോട്ടില്ല, ഇവിടെ കൂടുക, ഇത് പഠിച്ചിട്ടേ ഉള്ളൂ, പഠിപ്പിക്കാം. എന്നതാ പഠിപ്പിക്കണേ? നിരന്തരം പ്രാർത്ഥിക്കാൻ ഉള്ള ആ ഒരു വിളി കിട്ടിയത് ആർക്കാന്നറിയാവോ? വർഷങ്ങൾക്ക് മുമ്പ് സാധകന്റെ സഞ്ചാരം എന്ന പുസ്തകം എഴുതിയ റഷ്യക്കാരൻ ഒരു ദിവസം 1 തെസ്സലോനിക്ക 5:17 ഇതുപോലെ ലേഖനം വായിച്ചു കേട്ടതാ. അന്ന് റഷ്യയിൽ പള്ളിയുള്ള കാലമാ. ഇപ്പോഴല്ലേ പള്ളിയെല്ലാം ഇടിച്ച് നിരപ്പാക്കി, ഇപ്പം മാറ്റം വന്നു, ഗോർബച്ചോവിൻ്റെ കാലം. എന്തെങ്കിലും ആകട്ടെ, ഈ വചനം 1 തെസ്സലോനിക്ക 5:17 വചനം ഇതാണ്. എന്നതാ? നിരന്തരം ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇത് കേട്ടിട്ട് ആ റഷ്യക്കാരൻ ചെറുപ്പക്കാരൻ പള്ളി വിട്ട് ഇറങ്ങിപ്പോയിട്ട് കുറേ ആശ്രമങ്ങളിലൂടെ ഒക്കെ കയറി ചെന്നിട്ട് ചോദിച്ചു, ഗുരു ഒന്ന് പഠിപ്പിക്കുവോ, എങ്ങനെയാ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്? അവസാനം ആ ഗുരു പറഞ്ഞു കൊടുത്തു, എടാ നിനക്ക് നിരന്തരം പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കടാ. എങ്ങനെ പ്രാർത്ഥിക്കണം? അന്ധനായ മനുഷ്യൻ ഈശോ കടന്നു പോയപ്പോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? വഴിയിലിരുന്ന്, നസ്രായനായ യേശുവേ, പാപിയായ എന്നിൽ കനിയണമേ. ഈ മന്ത്രം ഈ ഗുരു പറഞ്ഞു കൊടുത്തു. നീ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. എത്ര പ്രാവശ്യം? 3000 പ്രാവശ്യം. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ 6000 ആക്കി കൊടുത്തു. പിന്നെ ഒന്നും കൂടെ ഡബിളാക്കി. എനിക്കറിയില്ല 12,000 പറയാൻ പറ്റുമോ എന്ന്. അയാളുടെ തീഷ്ണത കൊണ്ട് 12,000 പ്രാവശ്യം കർത്താവേ കനിയണ പറഞ്ഞിട്ട് വീണ്ടും ഗുരുവിൻ്റെ അടുക്ക ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, മതി, നിർത്തിക്കോ, അപ്പോഴേക്കും കിട്ടേണ്ടത് കിട്ടി. 1-ാം ഫലം പറയാം. 1-ാമത്തെ ഫലം ജ്വലനം. എന്നതാ? ജ്വലനം. എനിക്കിത് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയണത്. ജ്വലനം. എന്നെ നിങ്ങൾക്ക് ആർക്കും പരിചയമില്ല. ഉണ്ടോ? ആർക്കും പരിചയം? ഒരാൾക്കുണ്ട്. ബാക്കിയുള്ളവരെന്നെ ആദ്യം കാണുമല്ലേ മക്കളെ? അല്ലേ? ഞാനും നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. നിങ്ങൾ ഇത്രയും പേര് ഇപ്പം ഭൂമിയിലാന്നുള്ളവരും പോലെ ഞാൻ അറിയുന്നത് എപ്പോഴാ? ഇങ്ങനെ അച്ഛൻ ഭൂമിയിലുണ്ടെന്നുള്ളവർ നിങ്ങൾ അറിഞ്ഞത് എപ്പോഴാ? നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നോ? ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങളില്ലായിരുന്നു, നിങ്ങൾക്ക് ഞാനില്ലായിരുന്നു. അപ്പം നമ്മൾ ഉണ്ടായത് എപ്പോഴാ? ഇപ്പം ഈ ഉണ്ടാകൽ നൊമ്പരവാ, ഈ അറിയുന്നത് നൊമ്പരവാ. അതുകൊണ്ടാണ് ഒരു കവി പാടിയത്, വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസല്ലോ സുഖപ്രദം. നസ്രായനായ ഈശോ നമ്മളെ അറിയലാണ് ക്രിസ്തുവിന് എന്തായി മാറിയത്. അതെന്നതാ? കുരിശ്. കണ്ടിട്ട് പോലും ഇല്ലേ? എന്നിട്ട് ഒരു പരിചയമില്ലാത്ത പോലെ എൻ്റെ നേരെ നോക്കണത് അങ്ങോട്ട് കാണിച്ചപ്പോൾ. അപ്പൊ ഈ കുരിശ്, നസ്രായനായ ഈശോ മാനവരാശിയെ അറിഞ്ഞ് സ്നേഹിച്ചപ്പോ ക്രിസ്തുവിന് കിട്ടിയതാണ് കുരിശ്. നിങ്ങളെ ഞാൻ അറിഞ്ഞാൽ ഞാൻ കരയും, എന്നെ അറിഞ്ഞാൽ നിങ്ങളും കരയും. അപ്പൊ ഇവിടെ കിടന്ന് എന്തായിരിക്കും? ഇവിടെ എന്നതായിരിക്കും? കൂട്ട നിലവിളി. അല്ലാണ്ട് പിന്നെ എന്നതാ? എന്നാ? ഞാനിപ്പം വരുന്ന 22 ജയിൽ പുള്ളികളുടെ അടയ്ക്കുന്ന എത്ര പേരാ? എനിക്ക് 5 ഫീൽഡുണ്ട്.
ജയിൽ, വാടകുണ്ട, മെൻ്റൽ, നട്ടലൊടിഞ്ഞത്, കള്ള്. പോരെ? മനസ്സിലായില്ലേ? ജയിൽ പുള്ളി, വാടകുണ്ട, മെൻ്റല്, നട്ടലൊടിഞ്ഞത്, കള്ള്. ഈ 5 ഫീൽഡിൽ കഴിഞ്ഞ 40 കൊല്ലം പട്ടം കിട്ടിയിട്ട് 40 കൊല്ലമായിട്ട് 24 hours അല്ലെ പാതിരാത്രി 1 മണിക്ക് വിളിച്ച് നോക്കാം എൻ്റെ ഫോൺ എടുക്കുമെന്ന്. എടുത്തിരിക്കും. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അച്ഛനാ. അപ്പോൾ പറഞ്ഞു വന്നത് വിട്ടുപോകരുത് കേട്ടോ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? പണ്ട് ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് പോയി 5 ദിവസം ധ്യാനിപ്പിച്ചത്, 5-ാം ദിവസം ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോയി, ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് സങ്കടം വന്നു. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ അമ്മ ഈ ഫ്രണ്ടിൽ വന്നിരുന്നേ? അപ്പം അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ ഉണക്ക റൊട്ടിയും കിട്ടും, ചൂടുവെള്ളവും കിട്ടും, നായ്ക്കമ്പറമ്പലച്ചൻ്റെ കാലം. അങ്ങനെ ഇരുന്നതാന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഇരിപ്പാണോ ഇരിക്കുന്നത്? ആണോ? ആ ഇരിപ്പ് കണ്ടപ്പോഴേ തോന്നി. ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാൻ ഓർത്തു വല്ല 10-50 പേരെ കാണും. എനിക്ക് പേടിയായി അവിടെ വന്നപ്പോൾ ഈ നിങ്ങളെ എല്ലാം കൂടെ ഒന്നിച്ച് കണ്ടപ്പോൾ. പേടിച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നത് വല്ലതും മനസ്സിലായോ? എന്നാൽ എന്നതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണോ? ഞാൻ പറഞ്ഞു 5 ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ക്ലിയറായോ? ആ 5 ഫീൽഡിലേക്ക് എന്നെ വലിച്ചിറക്കിയത് ആരാണെന്നറിയാമോ? എന്നെ വലിച്ചിറക്കിയത് കൂത്താട്ടുകുളം പെട്രോൾ പമ്പാ. ഏത് പമ്പാ? കൂത്താട്ടുകുളം പെട്രോൾ പമ്പിൽ 1985 എനിക്കൊരു കത്ത് കിട്ടി. 86 ഞാൻ ജയിലിൽ പോയി. ആ 86 ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി കൂത്താട്ടുകുളം പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. അന്ന് എനിക്കൊരു SD മോട്ടോർ സൈക്കിളാണ് ഉള്ളത്. പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കലും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ വന്നൊരു 4 ലൈൻ പാട്ടെഴുതി തന്നേച്ചു പോയി. പാട്ട് പറയാം. കരയുന്ന ദൈവത്തെ കണ്ടോ? തെരുവിലലയുന്ന ദൈവത്തെ കണ്ടോ? ഒരു വറ്റ് ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവശനാൻ ദൈവത്തെ കണ്ടോ? അത്രേ ഉള്ളൂ പാട്ട്. ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെ ഈ പാട്ടിങ്ങനെ വെച്ചുകൊണ്ട് പോകുക. തൊടുപുഴ ഉടുമ്പന്നൂരാണ് എൻ്റെ വീട്. പാടിയ പാട്ടേതാ? എഴുതി തന്ന പാട്ടേതാ? കരയുന്ന ദൈവത്തെ കണ്ടോ? ആ മനുഷ്യൻ എവിടെ പോയി? ഞാൻ കണ്ടില്ല. പിന്നെ അയാൾക്കറിയാവോ ഞാൻ തൊടുപുഴയ്ക്കാണോ തൃശ്ശൂർക്കാണോ മൂവാറ്റുപുഴയ്ക്കാണോ കോട്ടയത്തിനാണോ എന്ന്? പ്രിയപ്പെട്ടവരെ, അന്നുച്ചയ്ക്ക് കൃത്യം ഉടുമ്പന്നൂർ കവലയിൽ ഞാൻ ചെല്ലുമ്പോൾ കഴുത്ത് മുഖവും പൊട്ടി ക്യാൻസർ പിടിച്ച് ഒരു മത്തായി ചേട്ടൻ റോട്ടിൽ പൊള്ളിട്ട് ആ റോട്ടിൽ കിടക്കുക. ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ പാടിയ പാട്ടേതാ? കരയുന്ന ദൈവത്തെ കണ്ടോ? ഞാനൊരു നോട്ടം മാത്രം നോക്കിയുള്ളൂ. അച്ഛനായിട്ട് 2-3 കൊല്ലം അല്ലേ ആയുള്ളൂ. ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കുറേ പഴയ തുണി തന്നു. പുതപ്പ് നീ മറിച്ചിടാന്ന് പറഞ്ഞു. മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ 3-4 പേര് കൂടി എടുത്തു. തൊടുപുഴ ഗവൺമെൻറ് ആശുപത്രി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ കൊണ്ടുവന്നുകൊണ്ട് ആ വരാന്തൊക്കെ അടുത്തേക്ക് വെച്ചോ, പുഴു കൊണ്ട് മണം കൊണ്ടോ, രോഗികൾ ഇറങ്ങിപ്പോടെ കണ്ടില്ലേ, നാളെ കൊണ്ടുപോക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഇവിടെ കൊണ്ടുപോകാനാ. ഏതായാലും എനിക്കൊരു ഇടം കിട്ടി. മൂവാറ്റുപുഴ സമറിറ്റൻ ഹോം, ചുമന്ന കുരിശിൻ്റെ ഇവിടെ കുരിശുള്ള SD സിസ്റ്റേഴ്സ്, ഇവിടുത്തെ ചിറ്റിലപ്പള്ളിയിലെ സിസ്റ്റേഴ്സ്, ഇവിടെ അടുത്ത് കണ്ടല്ലേ ചിറ്റിലപ്പള്ളി, ആ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരെന്നോടൊരു ചോദ്യം, അച്ഛൻ കൊണ്ടുവന്ന രോഗി ഞങ്ങൾ എടുക്കണമെങ്കിൽ വഴി കിടക്കുന്നതായിരിക്കണം, ആരും ഉണ്ടാകരുത്, മരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ രോഗി ക്വാളിഫൈഡാന്ന് പറഞ്ഞു. കറക്റ്റല്ലേ? എടുത്തു. മത്തായി ചേട്ടൻ മരിച്ചു. ഇതെന്തിനാ നിങ്ങളോട് ഇപ്പം ഞാനിത് പറഞ്ഞത്? ആ എഴുതി തന്നവൻ ആരാണ് പ്രിയപ്പെട്ടവരെ? അത് കർത്താവാ. ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത് കർത്താവാ. 2 കിലോമീറ്റർ ഒരു 40 കിലോമീറ്റർ അപ്പുറത്ത് റോട്ടിൽ ഇലവെട്ടി ജീവിച്ച മത്തായി ചേട്ടൻ ക്യാൻസർ പിടിച്ച് റോട്ടിൽ പൊള്ളിക്കിടന്നിട്ട് എൻ്റെ നാട്ടുകാർക്ക് ആ മണ്ണിലേക്ക് പോലും ഒന്ന് വലിച്ചു മാറ്റാനുള്ള മനസ്സ് കാണിക്കാത്ത അവനെ കണ്ട ഒരുവനുണ്ട്. അത് കർത്താവാ. അതാണ് അത് എഴുതി തന്നത്. ഇന്നും കൂത്താട്ടുകുളം പെട്രോൾ പമ്പിന്റെ മുമ്പിലൂടെ ഞാൻ എന്ന് പോയാലും എൻ്റെ തല എന്നാ ചെയ്യും? ഞാൻ എൻ്റെ തല കുനിക്കും. ഒരു നന്മ നിറഞ്ഞ മറിയോൻ ചെല്ലാതെ ഇന്ന് വരെ കൂത്താട്ടുകുളം പെട്രോൾ പമ്പിൻ്റെ മുമ്പിലൂടെ കടന്നു പോയിട്ടില്ല. എന്തിനാണാവോ നിങ്ങളോട് ഞാനിത് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? ഒന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്. ഈ 5 ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നോ? അതിലേക്ക് വലിച്ചിറക്കിയതാരാന്ന് പറയാൻ വേണ്ടിയിട്ടാ
നാസറായന എന്നെ വലിച്ചിറക്കിയത് 5 ഫീൽഡിലേക്ക്. ഫീൽഡൊന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ള സമയമൊന്നുമില്ല, ഞാൻ നിർത്തി, ഇനി അധികം പറയണില്ല. എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, വിഷയം വിട്ടുപോകരുത്. എന്ത് ചെയ്യണം? നിരന്തരം എന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുമ്പം കിട്ടുന്ന ഒന്നാമത്തെ ഫലം പറയാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. കാണുന്നവരെ ഉറ്റവരായി തോന്നും. പറ, ഒന്ന് ജീവനോടെ പറഞ്ഞേ. ഇവിടെ ഇരുന്ന് കുറച്ച് ഹല്ലേലൂയായും കുറച്ച് പ്രൈസ് ദി ലോർഡും കൊണ്ട് മാത്രം കാര്യമില്ല മക്കളെ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്നവരെ എങ്ങനെ തോന്നണം? ഉറ്റവരായി തോന്നണം. ഇന്നലെ എറണാകുളത്ത് 3 അച്ഛന്മാര് ഫൈസി എന്നൊരു അമ്മച്ചിയെ വണ്ടി ഇടിച്ചവന്മാർ ആശുപത്രി കൊണ്ടുപോയി. ഒരു കുഴപ്പമില്ല, പക്ഷെ അമ്മച്ചി വിടണ്ടേ? അമ്മച്ചി വിടുകയല്ല, ആരുമില്ല. അതിനെ 3 അച്ഛന്മാര് ഈ വെട്ടുകാട് അവിടെയുള്ള ആശാദീപത്തിൽ കൊണ്ട് തന്നിച്ച് പോയി. അമ്മച്ചി ആ സിസ്റ്റർമാരതിനെ എടുത്തു. അച്ഛന്മാരത് കഴിഞ്ഞ് ഞങ്ങളുടെ ജയിൽ മക്കളുടെ അടുക്കൽ വന്നിട്ട് 3 പേരും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം പങ്കുവെച്ചു. അമ്മയെ കാണുമ്പോൾ, വഴിയിൽ കിടന്ന അമ്മയെ കാണുമ്പോൾ അതിനെ എങ്ങനെ തോന്നിയിട്ടാ അച്ഛന്മാർ കൊണ്ടുവന്നത്? ആരായി തോന്നിയിട്ടാ? എങ്ങനെ തോന്നിയിട്ടാ? ഉറ്റവരായി തോന്നിയിട്ടാ. അതുങ്ങളെ കൊണ്ട് എറണാകുളത്ത് നിന്നും വണ്ടിയെടുത്ത് ഇവിടം വരെ കൊണ്ടുവന്നാക്കിയിട്ട് പോയപ്പോൾ ഞാൻ അച്ഛന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കി. അതാണ് ബലി. നസ്രായൻ ഉദ്ദേശിച്ച ബലി അതാണ് നസ്രായക്കാരൻ നല്ല സമറായന്റെ ഉപമ. ആ ഉപമയിലെ ബലി നടന്നത് പള്ളിയിലല്ല, ദേവാലയത്തിലല്ല, തെരുവില അല്ലേ? എവിടെയാ ബലി നടന്നത്? അങ്ങനെയെങ്കിൽ ബലിപീഠം വലിച്ചിറക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? ഇത് വേണ്ടെന്ന് പറയണം. അവിടെ നിന്ന് ബലിപീഠം മക്കളെ വലിച്ചിറക്കണം എന്ന് പറഞ്ഞാൽ ബലിപീഠം വലിച്ച് റോട്ടിക്കൊണ്ടിരണം എന്നല്ല. നസ്രായന്റെ കാൽവരി ഇതിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, നസ്രായന്റെ കാൽവരിയിലെ ബലി അർപ്പിച്ചെങ്കിൽ അവന്റെ ചോര പതഞ്ഞൊഴുകണം. എവിടേക്കാ? ബലിപീഠങ്ങൾ വലിച്ച് റോട്ടിലേക്ക് ഇറക്കണം, ജയിൽ മക്കളുടെ ഇടയിലേക്ക് ഇറക്കണം. ശരീരം വിറ്റ് കഴിയുന്ന വേശ്യാ മക്കളുടെ ഇടയിലേക്ക് ബലിപീഠം വലിച്ചിറക്കിയവനാ നസ്രായൻ. കല്ലെറിയാൻ കൊണ്ടുവന്നവളെ മോളെ എന്ന് വിളിച്ചിട്ട് എത്ര നാളായിടി നീ ഈ പണി തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചില്ല ഈശോ. നമ്മുടെയൊക്കെ കൗൺസിലിംഗ് പലപ്പോഴും വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച ഓരോന്നിനെ മുറിഞ്ഞു വരുന്നതിന് വീണ്ടും മുറിച്ചു വിടുന്ന കൗൺസിലിങ്ങുകളുണ്ട്. ക്ഷമിക്കണേ, ഈശോ ഒന്നും ചോദിച്ചില്ല, മോളേന്ന് വിളിച്ചു, മേലിലെടുത്ത് പൊയ്ക്കോ. 2 മിനിറ്റ് കൊണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞു. നസ്രായൻ കൗൺസിലിംഗ് ഷോർട്ട് ടൈം മതി. അപ്പം ബലിപീഠം വലിച്ചിറക്കണമെന്ന് പറഞ്ഞത്, കാണുന്നവരെ ഉറ്റവരായി തോന്നണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഉറ്റവരായി തോന്നുമ്പോൾ നമ്മുടെയൊക്കെ പൗരോഹിത്യ, സന്യാസ, കുടുംബ ജീവിതത്തിൻ്റെ ഡയമെൻഷൻ മാറണ്ടേ? മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പ കാണുന്നവരെ ഉറ്റവരായി തോന്നണം. അതാണ് കർത്താവേ കരീണ, കർത്താവേ കരീണ, കർത്താവേ കരീണ, കർത്താവേ കരീണ പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഒന്നാം ഫലം. ആദ്യത്തെ ഫ്രൂട്ടാണ് ഒന്നാമത്തെ ഫലം. രണ്ടാമത്തെ ഫലവും കൂടെ പറഞ്ഞോട്ടെ. ആദ്യത്തെ ഫലം ഞാൻ പറഞ്ഞത് ജ്വലനമല്ലേ പറഞ്ഞത്? രണ്ടാമത്തതാണ് ഉറ്റവരായി തോന്നും. ജ്വലനവും കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ തീരും, അപ്പം സമയം കറക്റ്റാ. ജ്വലനം എനിക്ക് കിട്ടിയതായത് എൻ്റെ വാടക കൊലയാളി കില്ലർ ജെയ്മിയുടെ പുറകെ അവൻ എൻ്റെ കയ്യിൽ വന്ന് എറണാകുളത്ത് POCയിൽ വന്നിട്ട് ആദ്യം ഷെയ്ക്കാൻഡ് തരുന്നു. ഞാനാണ് കില്ലർ ജെയ്മി. അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പോലെ വന്ന് ഈ കൊലയാളി 7 പേരെ കൊന്നവൻ എനിക്ക് കൈ തന്നത്. അന്ന് POC ബൈബിൾ എടുത്ത് ഞാൻ അവന് കൊടുത്തു. POC ചാപ്പലിൽ വെച്ച് 1 മണിക്കൂർ അവൻ്റെ കഥ അല്ല വേദന കേട്ടു. അന്ന് അവൻ്റെ കൂട്ടുകാരവനെ പിടിച്ചുകൊണ്ട് പോയി പനങ്ങാട് വെച്ച് അവനിട്ട് തന്നെ പണി കൊടുത്തു. ഭാര്യ പുഷ്പി സാരി ചുറ്റി കീറി കെട്ടി ആശുപത്രിയിൽ എത്തിച്ചു. അന്ന് തുടങ്ങി ഞാൻ ഇവൻ്റെ പുറകെ പോണതാ. ഇവനൊക്കെ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 4 ചോദ്യം ചോദിക്കും.
ഇരുത്തണോ, കിടത്തണോ, നടത്തണോ, ഉറക്കണോ ഒന്ന് പറഞ്ഞേ, അതെങ്കിലും പഠിച്ചേച്ച് പോ. പറ. ഇരുത്തണോ, കിടത്തണോ, നടത്തണോ, ഉറക്കണോ? ഏതിനാ കാശ് കൂടുതൽ? ഇരുത്താനാണോ, കിടത്താനാണോ, നടത്താനാണോ, ഉറക്കാനാണോ? ഉറക്കാൻ. തൃശ്ശൂർ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, വലിയൊരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഞാൻ വിളിച്ചു. ഇവിടെ എന്നതാ ഒരു വലിയ ആഘോഷമുള്ളത് പൂരമല്ലേ? പൂരത്തിന് പൂരമല്ല, അത് കഴിഞ്ഞിട്ട് പുലിക്കളിയുടെ തലേ ദിവസം 2 എണ്ണത്തിന് വെട്ടിയിട്ടില്ലേ? അപ്പം ഞാൻ ഈ കമ്മീഷണർ സുരേഷിനെ വിളിച്ചു. സാറേ എന്നാ വിശേഷം? ഇല്ല ചാ, 2 കൊലപാതകം നടന്നേക്കുക ഇവിടെ. അതിൻ്റെ പുറകെ ഓടുവാച്ചാ. പിന്നെ വിളിച്ചു കേട്ടോ, തിരിച്ചു വിളിച്ചു. നല്ലൊരു ബന്ധം അങ്ങേരോടെ ഉണ്ട്. ഇതാണ് ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ കൊട്ടേഷൻ എടുത്ത് നടന്ന ഈ ഇവൻ ആണ് എന്നെ പലതും പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം POC ഞാനൊന്ന് പകലൊന്ന് മയങ്ങിയപ്പോൾ എൻ്റെ ഹൃദയം കത്തണ പോലെ, തീക്കകത്ത് വെട്ട പോലെ. ഒരു മൊമെൻ്റ് എനിക്ക് ആ ജ്വലനം കിട്ടിയുള്ളൂ മക്കളെ. പിന്നെ അതങ്ങ് പോയി. അതൊരനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ അത് എവിടെയാന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്ത പോലെ ഹാർട്ട് ഒരു തീക്കകത്ത് വെട്ട ജ്വലനത്തിൻ്റെ ഒരു അനുഭവം കിട്ടി. ഇത് ഞാൻ ഞങ്ങളുടെ ആശ്രമത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരു നരികുളം സാറ് പ്രൊഫസറാ, അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കും കിട്ടി ഈ അനുഭവം. ഞാൻ സാറിന് എങ്ങനെയാണ് കിട്ടിയത്? അത് അച്ഛൻ ഓർക്കുന്നില്ല? മലയാറ്റൂർ മല കയറിക്കൊണ്ടിരുന്നപ്പോൾ ഇലക്ട്രിക് വയർ കിട്ടി, ഒരു ചെറുപ്പക്കാരൻ കത്തി മരിച്ചത്, ഞാനും അതെ പിടിച്ചതാച്ചോ, ഞാനും വീണച്ചോ. അയാളുടെ കൈ ഒടിഞ്ഞ അയാൾ വന്നേക്കുവാ ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. അയാൾ എന്നോട് പറഞ്ഞു, എനിക്കും കിട്ടി അച്ഛാ ഈ ജ്വലനം. നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ഇലക്ട്രിക് വയറെ പിടിച്ചാൽ മതി. എന്ത് കിട്ടും? എന്നാ കിട്ടും? പിന്നെ ദൈവമേ, അതും കേട്ട് എല്ലാം കൂടെ ഇലക്ട്രിക് വയറെ പിടിച്ച് ചത്ത് കഴിഞ്ഞാൽ ഞാനായിരിക്കും 1-ാം പ്രതി. ധ്യാനം കൂടിയ ധ്യാനഗുരു പറഞ്ഞ് ഇലക്ട്രിക് വയറെ പിടിച്ചാൽ ജ്വലനം കിട്ടുമെന്ന് കേട്ട് പിടിച്ചതാന്ന് പറഞ്ഞ് ചത്താൽ ഞാൻ പ്രതിയാകും. ദൈവീത് അത്ര അവിവേകം കാണിക്കല്ലേ. പക്ഷേ 1-ാമത്തെ ഫലം ഞാൻ പറഞ്ഞു. 2-ാമത്തതാണ് ഏത്? ജ്വലനം. അതാണ് പിതാവായ ദൈവത്തിൻ്റെ ഉള്ളും പുത്രൻ്റെ ഉള്ളും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളും ഈ 3 ഉള്ളും ഒന്നായപ്പോൾ ഉണ്ടായ ആദ്യത്തെ ജ്വലനം. അതെന്നതാ? ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടായ ഈ മനോഹര പ്രപഞ്ചത്തിൽ ഉണ്ടായ ദൈവത്തിൻ്റെ മകനെ, മകളെ, നിന്റെ ഹൃദയത്തിലേക്ക് ഈ ജ്വലനം ഉണ്ടാകണമെങ്കിൽ എന്നാ ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കണം. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളപ്പോൾ ഈ ഉറക്കത്തിൽ എന്നാ ചെയ്യും മക്കളെ? ഒരു 6-7 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നില്ല, അന്നേരം എങ്ങനെ പ്രാർത്ഥിക്കും? ഉറക്കത്തിൽ നിങ്ങളുടെ ഏതൊക്കെ അവയവം ഉറങ്ങുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഹാർട്ട് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുണ്ടോ? ഉറങ്ങിയ പള്ളിയിൽ നിന്ന് എന്ത് കേൾക്കും? എന്നാ മണി? 1 മണി, പിന്നെ 2 മണി. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഹാർട്ട് ഇന്നലെ അങ്ങ് ഉറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് ഹാർട്ട് ഉറങ്ങുന്നില്ല. കിഡ്നി ഉറങ്ങുന്നുണ്ടോ? ശ്വാസകോശം ഉറങ്ങുന്നുണ്ടോ? തലച്ചോറ് ഉറങ്ങുന്നുണ്ടോ? അപ്പം പിന്നെ ഉറങ്ങുമ്പോൾ പിന്നെ എന്നതാ ഉറങ്ങണേ? തലച്ചോറിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ മക്കളെ ഉറങ്ങണുള്ളൂ. അതുകൊണ്ടല്ലേ രാത്രിയിൽ നമ്മൾ സ്വപ്നം കാണണത്. നിങ്ങൾ കാണാറുണ്ടോ? ഇല്ലേ? എനിക്കൊരു ഇഷ്ടമുള്ള സ്വപ്നം കൂടെ പറയാം. ഇപ്പം കണ്ടിട്ട് ഒത്തിരി കൈ ഞാൻ ഇങ്ങനെ കാണിക്കാൻ ഞാനങ്ങ് പോകും. എൻ്റെ മക്കളെ രാത്രി മുഴുവൻ ഞാൻ ആകാശത്തിൽ കൂടെ ഇങ്ങനെ പറന്ന് നടക്കും. നേരം വെളുക്കുമ്പോൾ പറക്കുന്ന ജീവിയുടെ കൈ പോലും പൊങ്ങാതെ ഞാൻ നിലത്ത് കിടക്കണോ. നല്ല സ്വപ്നമാണ്, കാണാൻ പറ്റുള്ള. രാത്രി മുഴുവൻ കണ്ടോ? അതിൻ്റെ അർത്ഥം നമ്മുടെ തലച്ചോറ് ഉറങ്ങുന്നില്ല. അപ്പം പിന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ എവിടെ കിടക്കണം? ശവപ്പെട്ടിക്കകത്ത്, അല്ലാണ്ട് പിന്നെ എവിടെയാ? മൂക്കിൽ പഞ്ഞിയും വെച്ച് എല്ലാവരും വന്നിങ്ങനെ നോക്കുമ്പോൾ നരച്ച താടിയുള്ള വയസ്സനായ അച്ഛൻ പോയല്ലോ. എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ അങ്ങ് പോകുമ്പോൾ വാസ്തവത്തിൽ നമുക്കൊരിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ എവിടെ കിടക്കണം? എവിടെ കിടക്കണം എന്ന് ചോദിച്ചതോ? പെട്ടിക്കകത്ത്, അല്ലാണ്ട് പിന്നെ എവിടെയാ? ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ വന്നു, ഈ മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിന്, കള്ളു കുടിക്ക്. അച്ഛൻ മരിക്കാറായോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചില്ല. എന്താ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ ആര് മരുന്ന് തരുമോ അച്ഛോ? ഞാൻ പറഞ്ഞു പേടിക്കണ്ട, എനിക്ക് മൊബൈൽ ഫോണുണ്ട്, മരിച്ചു കഴിയുമ്പോൾ ഞാൻ മൊബൈൽ ഫോൺ ഇവിടെ വെച്ചേക്കാമെന്ന് പറഞ്ഞു. നീ പേടിച്ച് കരഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. മരിച്ച ഞാൻ മൊബൈൽ ഫോണും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതും വെച്ചോണ്ടാ കിടക്കണമെങ്കിൽ രാത്രിയിലൊക്കെ ഫോൺ വരുമ്പോൾ അതെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾ ബോധം കെട്ട് വീഴില്ലേ എന്ന് ചോദിച്ചാ
അപ്പം അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അതിനെ ആശ്വസിപ്പിച്ചു. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലല്ലേ? എന്നാൽ ഞാൻ നിർത്തി. ഇത്രയും നേരം ഞാൻ ചങ്ക് പൊട്ടി അന്ന് ശ്വാസം പിടിച്ചാൽ വന്ന സമയം തെറ്റുവോ എന്നോർത്ത് നോക്കിയാ ബെന്നിയച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സമയം തെറ്റിയില്ല. എൻ്റെ നേരെ നോക്കി അരിശയില്ലാതെ. എനിക്ക് സമയം തെറ്റി ചെന്ന് കഴിഞ്ഞാൽ മഹാവിഷമോ, കുറ്റവാളിയെപ്പോലെയാണ് പിന്നെ നാച്ചന്മാരുടെ അടുത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ. നിർത്തി. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിനതാ ഒന്നും മനസ്സിലായില്ലേ? നിരന്തരം പ്രാർത്ഥിക്കുവിൻ. അതിവിടെ കയറിയോ? അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു മന്ത്രം വേണം. അതാണ് കർത്താവേ കനിയണമേ. അതാണ് അന്ധനായ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റഷ്യക്കാരൻ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തത്, നീ ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് 24 മണിക്കൂറും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അതിൻ്റെ അർത്ഥം വട്ടുപിടിച്ചതുപോലെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി ഫുൾ ടൈം കർത്താവേ കനിയണ പറയണമെന്നല്ല. പക്ഷേ ആ ഒരു അവബോധം ഇനി വിട്ടൊരൊറ്റ മിനിറ്റ് ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? 24 മണിക്കൂറും നമ്മുടെ മൊബൈൽ ഫോൺ ടവറുമായി ബന്ധമില്ലെങ്കിൽ സങ്കടമല്ലേ പിള്ളേർക്ക്? അല്ലേ, പിള്ളേർക്ക് സങ്കടം. അത് വട്ടുപിടിച്ച പോലെയാണ് നടക്കുന്നത്. റേഞ്ച് പോയി എന്ന് പറയും. അതുകൊണ്ട് ഇനി ഇരിക്കുന്ന സകലതും അങ്ങോട്ട് എന്ത് കിട്ടണം? ആരുമായിട്ടാ? ദൈവവുമായിട്ട് റേഞ്ചിലാവണമെന്ന്. അങ്ങനെ ആകണമെങ്കിൽ ഒരു മന്ത്രം വേണം. ആ മന്ത്രമാണ് കർത്താവേ കനിയണമേ. അതിന് എപ്പോഴും ആദരത്തിലും ചങ്കിലും ഹൃദയത്തിലും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഇവിടെ വന്ന് 3-4 മണിക്കൂർ കഴിഞ്ഞാലും ഇത് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ വരും. അപ്പം ജീവിതം മാറും. ഒരു പുതിയ ആരംഭം കുറിക്കാൻ ഈ വചനം നമ്മളെ സഹായിക്കും. ബലി തുടരാം. Hallelujah.